ഹലോ എവ്രിവൺ, വെൽക്കം ടു സോഷ്യൽ സ്റ്റോറി. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യം ചരിത്രത്തിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ജീൻ ജാക്വസ് റൂസോയുടെ വാക്കുകളാണ്. വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് സീരീസിലെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നതും ജീൻ ജാക്വസ് റൂസോയെ പറ്റിയാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ തിങ്കേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യം അവരുടെ ഒരു ലൈഫിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നു. അതിനുശേഷം അവരുടെ കോൺസെപ്റ്റ് ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ശേഷം അവരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇപ്പം UGC നെറ്റ് അല്ലെങ്കിൽ HSST പോലുള്ള എക്സാമുകൾക്ക് ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. റൂസോയെ പറ്റി നമുക്ക് നോക്കാം. 1712 റൂസോ ജനീവയിൽ ജനിക്കുന്നത്. ആഹ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടമാവുകയും അദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിൽ ഫാദർ ആണെങ്കിൽ ഒരു ഓർഡർലി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രക്ചറലി ആയിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുകയോ ചെയ്തിട്ടുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ റൂസോ പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാതെയാണ് വളർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിൽ തന്നെ നാട് വിടുകയും യൂറോപ്പിലൊട്ടാകെ കറങ്ങി തിരികുകയും ചെയ്യുന്നു. ആൻഡ് he came under the influence of a Roman Catholic noblewoman, ബറോണി ഡി നരൻസ്. പിന്നീട് അദ്ദേഹത്തിനേക്കാൾ പ്രായം കൂടിയ ഒരു റോമൻ കത്തോലിക് വുമനുമായിട്ട് ഇൻഫ്ലുവൻസ് ആവുകയും അതിനെ ചരിത്രത്തിൽ അത് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കാമുകന്മാരായിട്ട് അല്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിക്കുന്ന രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൺഫെഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പുസ്തകമാണ്. നമ്മൾ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്യും പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്ത്. ആൻഡ് റൂസോ ഹാഡ് മെനി ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ റൂസോയെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പോയട്രി എഴുതിയിട്ടുണ്ട്, പൊളിറ്റിക്സ്, ഫിലോസഫി, അങ്ങനെ മെനി ഇൻട്രസ്റ്റ്, ഒരുപാട് ഇൻട്രസ്റ്റ് അതിന്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ജീൻ ജാക്വസ് റൂസോ എന്ന് പറയുന്നത്. 1742 അദ്ദേഹം പാരീസിലേക്ക് പോവുകയും അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഡെന്നിസ് റെറ്റ്യോട്ടിനെ മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം മറ്റ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ ഒക്കെ മീറ്റ് ചെയ്യുന്നത്. ഈ മീറ്റിംഗ് ആണ് സത്യത്തിൽ റൂസോയുടെ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുള്ളത്. ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തിങ്കർ, ഒരു റൈറ്റർ എന്ന രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് മാറുന്നത്. യൂറോപ്പിലൊട്ടാകെ കറങ്ങി തിരിഞ്ഞ് ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളർന്നു വന്നിട്ടുള്ള റൂസോയുടെ ലൈഫിലേക്കുള്ള ഒരു മാറ്റം വരുന്നത് റൂസോ 1742 പാരീസിലേക്ക് എത്തുന്നതോടുകൂടിയാണ്. then 1749 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രശസ്തമായിട്ടുള്ള ദ ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നത്. ഈ ഒരു പുസ്തകത്തോടു കൂടിയാണ് ഇന്റലക്ച്വൽ ഫീൽഡിലും റൂസോ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആ പുസ്തകം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ആൻഡ് ഹി വാസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ ഇന്റലക്ച്വൽ ഫാദർ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അല്ലെ, അദ്ദേഹത്തിന്റെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം പോലുള്ള അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള മനുഷ്യൻ സ്വതന്ത്രനാണ്, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നുള്ളത് പോലുള്ള കോൺസെപ്റ്റ്സ്, സോഷ്യൽ കോൺട്രാക്ട് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ഫ്രഞ്ച് റവല്യൂഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഇന്റലക്ച്വൽ ഫാദർ ഒക്കെ ആയിട്ട് റൂസോനെ കൺസിഡർ ചെയ്യുന്നത് എന്നും നമുക്കറിയാം. ഇനി പൊളിറ്റിക്കൽ ഫിലോസഫിയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ മാത്രമല്ല അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇപ്പം BEd ഒക്കെ ചെയ്ത ആൾക്കാർക്കറിയാം അല്ലെ, റൂസോയുടെ എഡ്യൂക്കേഷണൽ തിയറിയും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. BEd പോലുള്ള കോഴ്സസിൽ ഇന്നും പ്രസക്തമാണ് റൂസോ എഴുതിയ എമൈൽ എന്ന് പറയുന്ന വർക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷണൽ തിയറി നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ഒരു നാച്ചുറൽ വേ ഓഫ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ റൂസോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി അതേസമയം തന്നെ ഇന്നും പ്രസക്തമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം എഴുതിയ നോവലും അതുപോലെ തന്നെ ഈ എമൈൽ എന്ന് പറയുന്ന ബുക്കും ഒക്കെ അന്നത്തെ ഫ്രഞ്ച് അതോറിറ്റിയെ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബാൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുള്ള പുസ്തകം കൂടെയാണ് ഇത്. ഇനി 1778 ജൂലൈ 2 അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് ഫ്രഞ്ച് അതോറിറ്റിയുടെ ഒക്കെ ഈ പറഞ്ഞ റോമൻ കത്തോലിക് മതത്തിനെതിരെ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ
അദ്ദേഹത്തിന് നാട് വിടുകയും ആഹ് മാർക്യൂസ് ഡി ഗ്രിഗാർഡിന്റെ എസ്റ്റേറ്റിൽ വെച്ചാണ് പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ വാൻഡറിങ് നാച്ചർ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു ജീവിത രീതി അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലും റിഫ്ലക്ട് ചെയ്ത് കാണാം എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും റൈറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവര് ജീവിച്ച കാലഘട്ടം, അവര് ജീവിച്ച ജീവിത രീതിയെല്ലാം അവരുടെ റൈറ്റിംഗ്സിലും പൊളിറ്റിക്കൽ ഫിലോസഫിയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് റൂസോയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദ ഡിസ്കോഴ്സ് ഓൺ ദ സയൻസ് ആൻഡ് ആർട്സ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്കോഴ്സ്, ആദ്യത്തെ പുസ്തകം എന്നൊക്കെ പറയുന്നത് ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്നതാണ്. അക്കാഡമി ഓഫ് ഡിജോൺ ആണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അക്കാഡമി ഓഫ് ഡിജോൺ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ കോമ്പറ്റീഷനിൽ എഴുതിയിട്ടുള്ള എസ്സേ ആണ്, കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള, ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള എസ്സേ ആണ് ദ ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്നത്. എസ്സേ കോമ്പറ്റീഷൻ ടോപ്പിക് ഇതായിരുന്നു: വെദർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ആർട്സ് ആൻഡ് സയൻസസ് ഇംപ്രൂവ് ദ മൊറാലിറ്റി. സയൻസിന്റെയും ആർട്സിന്റെയും ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ മൊറാലിറ്റിയിൽ എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കിയത് എന്നായിരുന്നു എസ്സേയുടെ ടോപ്പിക്, എസ്സേ കോമ്പറ്റീഷന്റെ ടോപ്പിക്. അപ്പൊ പലപ്പോഴും ഇങ്ങനൊരു ടോപ്പിക് കിട്ടുമ്പോൾ സയൻസ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള, ആർട്സ് ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് ആൾക്കാർ വാരി വലിച്ച് എഴുതാൻ തുടങ്ങും അല്ലെ. പക്ഷെ റൂസോ അങ്ങനെ അല്ല എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് റൂസോയുടെ എസ്സേ അവിടെ ശ്രദ്ധിക്കപ്പെട്ടതും. എല്ലാവരും ആർട്സും അതുപോലെ തന്നെ സയൻസും ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിനെ ബെറ്റർ ആക്കി എന്ന് പറഞ്ഞപ്പോൾ റൂസോ അവിടെ എഴുതിയിട്ടുള്ളത് ഈ ആർട്സിന്റെയും സയൻസിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ, ഹ്യൂമൻ സിവിലൈസേഷനെ കറപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഒബ്വിയസ്ലി അത് ചർച്ച ചെയ്യപ്പെടും. ഇനി വെറുതെ അങ്ങ് കറപ്റ്റ് ചെയ്യപ്പെടും എന്ന് എഴുതി വയ്ക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള റീസൺസ് അതിന് ഈ ഒരു എസ്സേയിലൂടെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്ന പുസ്തകം ശ്രദ്ധയിലേക്ക്, ഇന്റലക്ച്വൽ വേൾഡിന്റെ ശ്രദ്ധയിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത്. സോ ഇൻ ഹിസ് എസ്സേ ഹി പുട്ട് ഫോർവേഡ് ഹിസ് ഫേമസ് argument that human beings are naturally good but corrupted under the influence of society. ഇതും നമ്മൾ കേട്ടതാണ് അല്ലെ, ഹ്യൂമൻ ബീങ്സ് ആർ നാച്ചുറലി ഗുഡ് ബട്ട് കറപ്റ്റഡ് അണ്ടർ ദ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ. നാച്ചുറലി ഗുഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ കറപ്റ്റ് ചെയ്യുന്നത്, മോശമാക്കുന്നത് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ആണ്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വർക്കാണ് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റലക്ച്വൽസിന്റെ ഇടയ്ക്ക് ഫേമസ് ആവാനും ഈ ഒരു വർക്ക് കാരണമായി എന്നുള്ളതാണ്. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ദ അഡ്വാൻസ്മെന്റ് ഓഫ് ദ സയൻസ് ക്രിയേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് നീഡ് ഫോർ ലക്ഷറി. ഇപ്പൊ വെറുതെ അങ്ങ് സയൻസോ ആർട്സോ മനുഷ്യന്റെ ജീവിതത്തിനെ മോശമാക്കി കറക്റ്റ് ചെയ്തു എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഒരു ഫോൾസ് സെൻസ് ഓഫ് നീഡ് ഓഫ് ലക്ഷറി. ഒരു സയൻസിന്റെയും ആർട്സിന്റെയും ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ ഒരു ഫോൾസ് സെൻസ് ഓഫ് നീഡ് ഓഫ് ലക്ഷറി, ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോൾസ് സെൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതോടുകൂടെ മനുഷ്യർ കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ലൈഫ് ബെറ്റർ, എന്ത് ചെയ്യുന്നു, ലൈഫ് ഈസിയർ ആക്കുന്നുണ്ട് സയൻസും ആർട്സും. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് മേക്ക് ദ ലൈഫ് ബെറ്റർ എന്നാണ് റൂസോ ഈ ഒരു ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സിൽ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ഹി ഓൾസോ ആക്ടഡ് ആസ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് സെന്റർ ഓഫ് എൻലൈറ്റ്മെന്റ് ആൻഡ് റൊമാൻറ്റിക് മൂവ്മെന്റ്. അദ്ദേഹത്തിന്റെ ഈ വർക്ക്സ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെയും എൻലൈറ്റൻ മൂവ്മെന്റിന്റെയും ഒക്കെ ഒരു സെന്റർ ആയിട്ട്, ഇപ്പം നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് റൂസോനെ നമ്മൾ അവിടെ കാണും, റൂസോയുടെ ഇൻഫ്ലുവൻസ് കാണാം. അങ്ങനെ ആഫ്റ്റർനൂൺ ലിറ്ററേച്ചറിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വർക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. His political writings were the synthesis of classical republican tradition of active citizenship and civic virtue. അപ്പം ഇത് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ക്ലാസിക്കൽ റിപ്പബ്ലിക്കൻ ട്രഡീഷൻ, റിപ്പബ്ലിക്കൻ സിറ്റിസൺഷിപ്പ്, അതിന്റെയും അതുപോലെ തന്നെ മോഡേൺ റൈറ്റ്സ് ബേസ്ഡ് ഓൺ ഡിസ്കോഴ്സ് ഓൺ ഹോബ്സ് ആൻഡ് ലോക്ക്. ഹോബ്സിന്റെയും ലോക്കിന്റെയും ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് ഡിസ്കോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ രണ്ടിന്റെയും സിവിക് വെർച്യൂവിന്റെയും ഒരു
കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിന്തസിസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് എന്താണെന്ന് പറഞ്ഞു, അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡിസ്കോഴ്സ്, സെക്കൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി ആണ്. ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി 1755 അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഡിസ്കോഴ്സ് ആയിട്ടുള്ള ഡിസ്കോഴ്സ് അപ്പോൺ ദ ഒറിജിൻ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ഇനീക്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നത് 1755. ഇതിലാണ് അദ്ദേഹം ഇനീക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇനീക്വാലിറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ ഇനീക്വാലിറ്റി, ഇത് എക്സാമിന് ചോദിച്ചതാണ്. HSSTക്കും അതുപോലെ തന്നെ UGC നെറ്റിനും പ്രീവിയസ്ലി ചോദിച്ചതാണ്. നാച്ചുറൽ ഇനീക്വാലിറ്റി. രണ്ടാമത്തത് കൺവെൻഷണൽ ഇനീക്വാലിറ്റി. കൺവെൻഷണൽ ഇനീക്വാലിറ്റി ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ. കൺവെൻഷണൽ ഇനീക്വാലിറ്റി. കൺവെൻഷണൽ. ഓക്കെ, ഇതുകൊണ്ട് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, നാച്ചുറൽ ഇനീക്വാലിറ്റിയും അതുപോലെ തന്നെ കൺവെൻഷണൽ ഇനീക്വാലിറ്റിയും. ഇപ്പൊ നാച്ചുറൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ ഒക്കെയുള്ള ഇനീക്വാലിറ്റി, അതായത് മനുഷ്യന്റെ ഇപ്പം ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ലെവലിലെ ഇന്റലിജൻസിലുള്ള ഡിഫറൻസ്, ഈ സംഗതികളൊക്കെ എന്താണ്? നാച്ചുറൽ ഇനീക്വാലിറ്റിയാണ് അല്ലെ? അത് നാച്ചുറൽ ആണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതല്ലാതെയുള്ള ഒരു ഇനീക്വാലിറ്റി, കൺവെൻഷണൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇനീക്വാലിറ്റി ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സൊസൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലുള്ള ഇനീക്വാലിറ്റീസിനെ പറ്റിയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. Begins by discussing man in state of nature. For Rousseau, man in his state of nature is essentially like an animal, driven by two key motivating principles, pity and self-preservation. സ്റ്റേറ്റ് ഓഫ് നാച്ചർ നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് നാച്ചർ ഹോബ്സിന്റെ അല്ലെങ്കിൽ ലോക്കിന്റെ ഈ സോഷ്യൽ കോൺട്രാക്ട് ട്രഡീഷൻ അദ്ദേഹം എടുക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ആ സമയത്ത് മനുഷ്യൻ മറ്റേത് മൃഗത്തിനെയും പോലെയാണ്. രണ്ട് മോട്ടിവേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്നെന്താണ്? സെൽഫ് പ്രിസർവേഷൻ അല്ലെ, സ്വയം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് പിറ്റിയാണ്. പിറ്റി ഫോർ അതേഴ്സ് ബീങ് ലൈക്ക് സാഡ്, അതേഴ്സ് ബീങ് സഫർ, അതിനെ പറ്റിയുള്ള പിറ്റി. ഈ രണ്ട് ഇമോഷൻസ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. And when natural disasters force people to move from one place to another, take contact with the other people and form small group or elementary societies, new needs are created. അപ്പൊ പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നീഡ്സും പുതിയ എലമെന്ററി സൊസൈറ്റീസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദെൻ റൂസോ ഓൾസോ ടോക്സ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ അമോർ പ്രൊപ്പറെ. ഈ അമോർ പ്രൊപ്പറെ എന്ന് പറയുന്നത് വിച്ച് ഡ്രൈവ്സ് മെൻ ടു കമ്പയർ ദംസെൽഫ് വിത്ത് അതേഴ്സ്. ഈ അമോർ പ്രൊപ്പറെ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ മറ്റ് ഫെലോ ബീങ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആദ്യം ഇത് ഉണ്ടായിരുന്നില്ല, പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് അമോർ പ്രൊപ്പറെ മോർ കോംപ്ലക്സ് human societies, private property is invented and labor necessary for human survival is divided among the ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. അപ്പൊ അതിനുശേഷമാണ് എന്തുണ്ടാവുന്നത്? ഈ അമോർ പ്രൊപ്പറെ ഡെവലപ്മെന്റോടുകൂടെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ സൊസൈറ്റീസ് ഉണ്ടാവുകയും ലേബർ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായി വരികയും ചെയ്യുന്നു. സോ ദ ഡിവിഷൻ ഓഫ് ലേബർ and the beginning of the private property allow people to allow the property owners and non-labor to dominate and exploit the poor. അവിടെയാണ് ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും ചില തിങ്കേഴ്സ് റൂസോവിനെ യങ് മാർക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, റൂസോ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ ഇപ്പം നമ്മുടെ എലിയനേഷൻ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് വേറൊരു സംഗതിയാണ്, നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഡിവിഷൻ ഓഫ് ലേബർ വരുന്നതോടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകുന്നു. അതോടെ എന്തുണ്ടാവുന്നു? ഇത്തരത്തില് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഇനീക്വാലിറ്റി സൊസൈറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റിയിൽ റൂസോ ഡിസ്കസ് ചെയ്യുന്നത്. In Rousseau's history, when the rich recognize the fact, they mislead the poor into joining political society that purports to grant them equality they seek. അപ്പം ആ റിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പുവർ പീപ്പിളിനെ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് നയിക്കുന്നത് അവർക്ക് ഫ്രീഡം കൊടുക്കാം, ഈക്വാലിറ്റി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ
എന്ത് കിട്ടുന്നില്ല ഈ പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ? ഈക്വാലിറ്റി കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഇൻഈക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു. Then Rousseau's argument in the discourse is that the only natural inequality among men is the inequality that results from difference of physical strength. അപ്പോൾ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കലോ ഇന്റലിജൻസോ ഒക്കെ ആയിട്ടുള്ള ഇന്റലിജൻസിന് ഒരു കുഴപ്പമുണ്ട്. കാരണം ഇന്റലിജൻസ് പിന്നീട് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്ന രീതിയിലുള്ള പിന്നെ വേറെ ഇന്റർപ്രിട്ടേഷൻ വരുന്നു. എന്നാലും ഫിസിക്കൽ സ്ട്രെങ്ത് പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇനീക്വാലിറ്റി മാത്രമാണ് യഥാർത്ഥ ഇനീക്വാലിറ്റി. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം മറ്റ് ഇനീക്വാലിറ്റീസ് എല്ലാം സൊസൈറ്റിയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി നിങ്ങൾ നോക്കുക, എന്താണ് നാച്ചുറൽ ഇനീക്വാലിറ്റി, എന്താണ് അൺനാച്ചുറൽ ഇനീക്വാലിറ്റി, അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറി ഓഫ് ഇനീക്വാലിറ്റി പറയുന്നത് എന്താണ് കൺവെൻഷണൽ ഇനീക്വാലിറ്റി. ഈ രണ്ട് സംഗതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അമർ പ്രൊപ്ര എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് നാച്ചറിൽ മനുഷ്യനുണ്ടായിട്ടുള്ള രണ്ട് മോട്ടിവേറ്റിംഗ് പ്രിൻസിപ്പിൾ പിറ്റി ആൻഡ് സെൽഫ് പ്രിസർവേഷൻ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Then, as Rousseau explains how the modern societies, the creation of laws and property have corrupted natural men and created new forms of inequality that are more accordant with the natural law. അപ്പം നേരത്തെ പറഞ്ഞ നാച്ചുറൽ ലോയുടെ അക്കോർഡിംഗ് ടു അല്ലാത്ത ഇനീക്വാലിറ്റീസ് ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയും അതുപോലെ തന്നെ കറപ്റ്റഡ് ആയിട്ടുള്ള മോഡേൺ പൊളിറ്റിക്കൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Rousseau calls these unjustifiable, unacceptable forms of inequality, moral inequality, and he concludes by making clear that this sort of inequality must be contested. അപ്പൊ ഈ ഇനീക്വാലിറ്റി പാടില്ല, അല്ലെങ്കിൽ ഈ ഇനീക്വാലിറ്റി ജസ്റ്റിഫയബിൾ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടാണ് ദ ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് ദ ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഏതൊക്കെ ടൈപ്പ് ഇനീക്വാലിറ്റിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് എന്നതും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. സോഷ്യൽ കോൺട്രാക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക്കൻ ട്രഡീഷനെയും അതുപോലെ തന്നെ ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ട് ട്രഡീഷനെയും എടുത്തിട്ട് സിന്തസൈസ് ചെയ്തിട്ടാണ് റൂസോ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സോഷ്യൽ കോൺട്രാക്റ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്യം വരുന്നത്. ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ പറഞ്ഞ വാക്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെയാണ്. ഓക്കെ, ദെൻ നോ പേഴ്സൺ ഹാസ് ദ നാച്ചുറൽ അതോറിറ്റി ഓവർ അതേഴ്സ്. ഈ പറഞ്ഞ സോഷ്യൽ കോൺട്രാക്റ്റിൽ സ്റ്റേറ്റ് ഓഫ് നാച്ചറിനെ പറ്റി പറയുന്നുണ്ട്. ആ നാച്ചുറൽ ലിബർട്ടിയെ സ്റ്റേറ്റ് ഓഫ് നാച്ചറിലുള്ള നാച്ചുറൽ ലിബർട്ടിയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ആണ് ഈ പറഞ്ഞ നോ പേഴ്സൺ ഹാസ് ദ നാച്ചുറൽ അതോറിറ്റി ഓവർ അതേഴ്സ്. ഒരു മനുഷ്യനും നാച്ചുറലി മറ്റൊരു മനുഷ്യന്റെ മേൽ യാതൊരു അതോറിറ്റി ഇല്ല. ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു ഐഡിയ അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ഡിവിഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എസ്റ്റേറ്റ് ഡിവിഷൻ ഒക്കെ ഉണ്ടാവുന്നു, ഒരു ക്ലർജി ക്ലാസ് അല്ലെങ്കിൽ നോബിൾ ആയിട്ടുള്ള ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഭരിക്കുന്നു എന്ന് വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് റൂസോ പറഞ്ഞിരുന്നത് നോ പേഴ്സൺ ഹാസ് നാച്ചുറൽ അതോറിറ്റി ഓവർ എനി അതർ. ചർച്ചിന്റെയും അതുപോലെ തന്നെയുള്ള അതോറിറ്റിന്റെ ഒക്കെ ഈ പറഞ്ഞ അതോറിറ്റിയെ ചോദ്യം ചെയ്യുകയാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ദെൻ റൂസോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് നോട്ട് സ്റ്റേറ്റ് ഓഫ് വാർ. ഇനി നമ്മൾ പറഞ്ഞു ഹോബ്സിന്റെയും ലോക്കിന്റെയും റൂസോന്റെയും സോഷ്യൽ കോൺട്രാക്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും സോഷ്യൽ കോൺട്രാക്ടിനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ട് നമുക്കറിയാം, ഇറ്റ് വാസ് എ വാർ ലൈക്ക് സിറ്റുവേഷൻ അല്ലെ, എവ്രി വൺ വാസ് അഗെയിൻസ്റ്റ് എവ്രി വൺ. അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ കോൺട്രാക്ടും പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ ക്രിയേഷൻ ഒക്കെ വരുന്നത്. പക്ഷേ റൂസോയിലേക്ക് വരുമ്പോ റൂസോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് വാർ ലൈക്ക് സിറ്റുവേഷൻ. റൂസോയുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒരു സ്റ്റേറ്റ് ഓഫ് വാർ ലൈക്ക് സിറ്റുവേഷൻ ആയിരുന്നില്ല. ആൻഡ് the goal of the social contract is to enhance the freedom of the individual already possessed. ഹോബ്സിന്റെ നമ്മൾ പറഞ്ഞു വാർ ലൈക്ക് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ കോൺട്രാക്ട് വരുന്നത്. പക്ഷെ റൂസോന്റെ അങ്ങനെയല്ല. പിന്നെ എന്തിനാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൊസൈറ്റി ക്രിയേഷൻ ഉണ്ടാകുന്നത്? ഇവിടെ പറയുന്നത് നോക്കൂ, ഗോൾ ഓഫ് ദ സോഷ്യൽ കോൺട്രാക്ട് ഈസ് ടു എൻഹാൻസ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ഓൾറെഡി പോസസ്. ഓൾറെഡി ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിബർട്ടി, നാച്ചുറൽ ലിബർട്ടി ഉണ്ട്. അതിനെ എൻഹാൻസ് ചെയ്യാൻ അതുപോലെ തന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടാൻ. കാരണം
സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ എന്തില്ല, പ്രോപ്പർട്ടി ഇല്ല, ലേബർ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. പ്രോപ്പർട്ടി റൈറ്റ് കിട്ടാനും സെക്യൂരിറ്റി അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ഫ്രീഡം ഇത് വേണ്ടിയിട്ടാണ്, ഇതാണ് എന്തിന്റെ ഗോൾ എന്ന് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ടിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്ടിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ് എന്നുള്ളത് നോക്കി വെക്കുക. എന്താണ് വ്യത്യാസം? ഫസ്റ്റ് ഓഫ് ഓൾ, സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്ന സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്തെല്ലാം സ്റ്റേറ്റ് ഓഫ് വാർലൈക്ക് സിറ്റുവേഷൻ അല്ല. ഇനി സോഷ്യൽ കോൺട്രാക്ടിന്റെ ഗോൾ എന്താണ്? ടു എൻഹാൻസ് ദ ഫ്രീഡം, ടു ഗെറ്റ് സെക്യൂരിറ്റി ആൻഡ് ടു എൻഹാൻസ് ദ ഫ്രീഡം ദാറ്റ് ഇൻഡിവിജ്വൽ ഓൾറെഡി പൊസസ്. ഈ കാരണങ്ങൾ കൊണ്ടാണ്, ഗോൾ കൊണ്ടാണ് സോഷ്യൽ കോൺട്രാക്ട് ഉണ്ടാവുന്നത്. ഇനി സോഷ്യൽ കോൺട്രാക്ട്, goal of the social contract was freedom of the individual give up the rights. So freedom enhance ചെയ്യാനാണ് എന്ന് പറഞ്ഞു. അതിപ്പം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറയും. അവിടെ ഒരു സെന്റൻസ് വരുന്നുണ്ട്, ദ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഫോഴ്സ്ഡ് ടു ബി ഗുഡ് എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പം അവിടെ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ജനറൽ വില്ല് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് അടുത്തൊരു ഇതിനകത്ത് പറയാം എന്താണ് ജനറൽ വില്ല് എന്നുള്ളത്. എക്സ്ചേഞ്ച് ഓഫ് നാച്ചുറൽ ലിബർട്ടി ഫോർ സിവിൽ ആൻഡ് മോറൽ ഫ്രീഡം ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് സുപ്പീരിയർ ഫ്രീഡം. അപ്പം ഈ നാച്ചുറൽ ലിബർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ഇൻഡിവിജ്വലിന് സിവിൽ ആൻഡ് മോറൽ ഫ്രീഡം ആണ്. അപ്പൊ ഈ സിവിൽ ആൻഡ് മോറൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഹാൻസ്ഡ് ഫ്രീഡം ആണ്, ഇൻഡിവിജ്വലിന്റെ എൻഹാൻസ്ഡ് ഫ്രീഡം ആണ്, സെക്യൂരിറ്റി ആണ്, പ്രോപ്പർട്ടി റൈറ്റ്സും അതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി സോവറൻ വുഡ് ഓൺലി ബി ലെജിറ്റിമേറ്റ് ഇഫ് ഹി ആക്ട് ഫോർ ദ കോമൺ ഗുഡ്. ഇവിടെ അടുത്ത ഡിഫറൻസ് വരികയാണ് ഹോബ്സിന്റെ സോഷ്യൽ കോൺട്രാക്റ്റിൽ നിന്ന്. എന്താണ്? സോവറൻ എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെന്റ് ആണ്. അവിടെ സോവറൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അതോറിറ്റി ആയിരുന്നു, അതുപോലെ തന്നെ ഇൻഡിവിസിബിൾ ആയിരുന്നു, അതൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സോവറൻ വുഡ് ഓൺലി ബി ലെജിറ്റിമേറ്റ് ഇഫ് വി ആക്ട് ഫോർ ദ കോമൺ ഗുഡ്. ഇവിടെ സോഷ്യൽ കോൺട്രാക്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂസോ ഒരു പുതിയ കോൺസെപ്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണത് ജനറൽ വിൽ എന്ന് പറയുന്നത്. ജനറൽ വിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Then combined with the ancient form of republican citizenship with modern social contract tradition. ഇവിടെ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂസോ രണ്ട് കാര്യങ്ങളാണ് എടുക്കുന്നത്. ഒന്ന് ആൻഷ്യന്റ് റിപ്പബ്ലിക്കൻ സിറ്റിസൺഷിപ്പ്, രണ്ടാമത്തത് എന്താണ്? മോഡേൺ സോഷ്യൽ കോൺട്രാക്ട് ട്രഡീഷൻ. ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റിൽ കാണാൻ പറ്റും. പീപ്പിൾ യുണൈറ്റഡ് ടു ക്രിയേറ്റ് ദ സോവറൻ, ദ ഫസ്റ്റ് മോഡേൺ തിയറിസ്റ്റ് ഓഫ് പോപ്പുലർ സോവറിനിറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് റൂസോനെ നമ്മൾ പോപ്പുലർ സോവറിനിറ്റിയുടെ പിതാവ് അല്ലെങ്കിൽ പോപ്പുലർ സോവറിനിറ്റി ദ ഫസ്റ്റ് മോഡേൺ തിയറിസ്റ്റ് ഓഫ് പോപ്പുലർ സോവറിനിറ്റി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ജനറൽ വില്ല് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് എന്നുള്ളത്. ഇപ്പൊ ജനറൽ വിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാവുന്നതിനാൽ നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ജനറൽ വില്ല്, അതുപോലെ തന്നെ റൂസോയുടെ കോൺസെപ്റ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ, എമൈൽ പോലത്തത്, പിന്നെ റൂസോയുടെ കോൺസെപ്റ്റ് ഓൺ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ്, ദ കൺഫെഷൻസ്, ഓട്ടോബയോഗ്രഫിക് വർക്ക്, മറ്റ് വർക്ക്സ്, മറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ പാർട്ട് 2-ലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ സ്റ്റോറിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം കോച്ചിങ് സെന്ററുകൾ വലിയ വില വാങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ എഫേർട്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുകയാണ്. പാർട്ട് 2 ഉടനെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.